എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കഷൻ നടത്തിയത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് കൂളംസ് ലോ പ്രോബ്ലംസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പം അതിനു മുമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിൽ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ രണ്ട് ടൈപ്പ് ഫോഴ്സസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് കോണ്ടാക്ട് ഫോഴ്സ്, രണ്ട് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഇപ്പോൾ ഒരു ടേബിള് നമുക്ക് പുഷ് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കാലുകൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് തള്ളിയെങ്കിൽ മാത്രമേ ആ ടേബിൾ നീങ്ങത്തുള്ളൂ. അങ്ങനെയുള്ള ഫോഴ്സസിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഗണത്തിലാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് മുതലായ ഫോഴ്സസ് ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, രണ്ട് ചാർജസ്, അകലത്തിലിരിക്കുന്ന രണ്ട് ചാർജസ് അല്ലെങ്കിൽ അകലത്തിലിരിക്കുന്ന രണ്ട് മാസസ് തമ്മിൽ എങ്ങനെയാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പം അതിനെപ്പറ്റി ഒരുപാട് വിശദമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം മൈക്കിൾ ഫാരഡെ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് ഫീൽഡ്, വലയം. അപ്പം നമുക്ക് പറയാം, കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അകത്ത് ഗ്രാവിറ്റേഷൻ ഓഫ് ഫീൽഡിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ സ്പേസ് അറൗണ്ട് എ മാസ് വേർ അനദർ മാസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് എക്സ്പീരിയൻസ് ഫോഴ്സ്. അപ്പോൾ ആ ഫീൽഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാസ് ആണ്. മാസ് കൂടുന്നതനുസരിച്ച് ആ ഫീൽഡിന്റെ സ്ട്രെങ്തും കൂടും. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡാണ്. അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനേഷനും നമ്മൾ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ ഡെഫിനേഷൻ പോലെ തന്നെ പറയാം. ഇറ്റ് ഈസ് എ സ്പേസ് അറൗണ്ട് എ മാസ്. It is a space around a charge where another charge placed surrounding it experience electric force. അല്ലെങ്കിൽ it is a space in which a charge placed at any point experience electric force. ഒരു ചാർജ് ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫീൽഡിനെ വെച്ചിരിക്കുന്ന മറ്റ് ചാർജസിലും ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് ചാർജസും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഫീൽഡിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ ചാർജിലും നമുക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് ഇത്. ഒരു ചാർജ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഫീൽഡിൽ ഈ ചാർജിൽ ഫോഴ്സ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ ചാർജ് ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഫീൽഡിൽ ആദ്യത്തെ ചാർജിലും ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് അളക്കാനായിട്ട് നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വേണം. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേരാണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി മീൻസ് തീവ്രത, ഇലക്ട്രിക് ഫീൽഡിന്റെ തീവ്രത. അതിന്റെ സിമ്പല് ഇ ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു നിശ്ചിതമായിട്ടുള്ള പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അറ്റ് എ പോയിന്റ് പറയുന്നത്. അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു കാരണവശാലും നമ്മുടെ ഡെഫിനിഷൻ പർപ്പസിൽ നെഗറ്റീവ് ചാർജിനെ ഉപയോഗിക്കത്തില്ല. അതിന്റെ ഹിസ്റ്ററി പിന്നീട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ചാർജ് ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ടെസ്റ്റ് ചാർജ്, വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടെസ്റ്റർ. അതുപോലെ തന്നെ ഒരു ചാർജ് മൂലമുള്ള ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെസ്റ്റ് ചാർജ് എന്നാണ്. ആ ടെസ്റ്റ് ചാർജ് മൂലം ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് വെക്ടർ E is equal to F by Q0 അല്ലെങ്കിൽ E is equal to ലിമിറ്റ്. ഇതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. Q0 tends to 0. 0 അല്ല,
ടെൻസ് ടു 0, F by Q0. ക്ലിയർ ആയിട്ട് മനസ്സിലായി പോവുക. ഈ എന്റെ സിമ്പിളിനകത്ത് മുകളിൽ ഒരു ആരോ ഹെഡ് ഉണ്ട്. ആരോ ഹെഡ് കാണിക്കുന്നത് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് എഫ് തന്നെയാണ്. യൂണിറ്റ് എഫ് ബൈ ചാർജ് ആണ്. എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രിക് ഡൈപോൾ. ആ പേരിന്റെ അകത്ത് തന്നെ ഉണ്ട് ഡൈപോൾ. ഡൈ മീൻസ് ടു, പോൾ മീൻസ് പോളാരിറ്റി. അപ്പൊ നമ്മള് ഈ യൂണിറ്റില് നമ്മൾ രണ്ട് ടൈപ്പ് മോളിക്യൂൾസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പോളാർ ഡൈലക്ട്രിക്സ്. ആ പോളാർ ഡൈലക്ട്രിക്സിന്റെ അകത്ത് വരുന്നതാണ് HCl, NaCl, NH3, H2. അതുപോലെ തന്നെ നോൺ പോളാർ ഡൈലക്ട്രിക്സ്. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്നുള്ളത് ആദ്യം പറഞ്ഞാണ്. അപ്പൊ അത് പിന്നീട് ഡൈലക്ട്രിക്സ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പഠിച്ചു പോകാം. നോൺ പോളാർ ഡൈലക്ട്രിക്സ്, അതിനകത്താണ് H2 ഹൈഡ്രജൻ മോളിക്യൂള്, ഓക്സിജൻ മോളിക്യൂള് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ നോൺ പോളാർ ആണെങ്കിലും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ബലം പ്രയോഗിച്ച് പോളറൈസേഷൻ ഉണ്ടാവും. അപ്പോഴവരും ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ ചെറിയൊരു അകലത്തിൽ വരും. അങ്ങനെയുള്ള ആ റേഞ്ച്മെന്റ് വിളിക്കുന്നവരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഡൈ മീൻസ് ടു, പോൾ മീൻസ് പോളാരിറ്റി. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ വായിച്ച് പഠിക്കുക. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്റ്റർ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് നമുക്കറിയാം സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ ഡെറിവേഷൻ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സ്മോൾ ഡിസ്റ്റൻസ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിരിക്കണം. ആ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്നവരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇവിടെ പോസിറ്റീവ് ചാർജ് കാണിച്ചിട്ടുണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് കാണിച്ചിട്ടുണ്ട്. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് Q തന്നെയാണ്. സെപ്പറേഷൻ 2L എന്നോ L എന്നോ കൊടുക്കാം. 2L എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഡെറിവേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഡൈപോൾ മൂവ്മെന്റിന്റെ സിമ്പല് സ്മോൾ ലെറ്റർ P, വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് P വെക്ടർ എന്ന് ഇട്ടിരിക്കുന്നത്. അതിന്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. -Q ൽ നിന്ന് +Q ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഡൈപോൾ മൂവ്മെന്റ് P = Q × 2L. 2L വെക്ടർ ആണ്. So it is a vector quantity directed from -Q to +Q. യൂണിറ്റ് SI യൂണിറ്റ്, ചാർജിന്റെ SI യൂണിറ്റ് കൂളം ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ SI യൂണിറ്റ് നമ്മൾ കൂളം മീറ്റർ പറയാം. ഇനി CGS യൂണിറ്റ് ഡിബെ, DEBYE, ഡിബെ. അല്ലെങ്കിൽ ഈ സിക്ക് പകരം CGS യൂണിറ്റ് സ്റ്റാറ്റ് കൂളം എന്നാണ്. സ്റ്റാറ്റ് കൂളം, ESU, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്, നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞാണ്. സ്റ്റാറ്റ് കൂളം, മീറ്ററിന് പകരം സെന്റിമീറ്റർ കൊടുക്കാം. ഇനി എക്സാമ്പിൾസ്, ഇലക്ട്രിക് ഡൈപോളിന്റെ എക്സാമ്പിൾസ് ആണ് H2O, HCl, NaCl, NH3 കൊടുക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താന്ന് ചോദിക്കാം. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് അറിയാമെങ്കിൽ ആ പോയിന്റിൽ ഒരു ചാർജ് കൊണ്ടുവച്ചിരുന്നു കഴിഞ്ഞാൽ അതിനനുഭവപ്പെടുന്ന ഫോഴ്സ് F = Q × E എന്ന് എടുത്താൽ മതി. ദാറ്റ് ഈസ് ദ ഫിസിക്കൽ മീനിങ്. ഇപ്പൊ ഫിസിക്കൽ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ F = QE എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഫോഴ്സ് ഓൺ എ ചാർജ് പ്ലേസ്ഡ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ്, F = Q × E. ഇനി ഉള്ള കാര്യത്തില് നിങ്ങൾക്ക് പേനയും പേപ്പർ അല്ലെങ്കിൽ ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. നമ്മൾ ഡെറിവേഷനിലോട്ട് പോവുക. അതില് ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ കമ്പയർഡ് ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അപ്പൊ Q എന്ന് പറഞ്ഞ ചാർജ് മൂലം O എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമ്മുടെ ഈ Q എന്ന് പറഞ്ഞ ചാർജ് മൂലം
O എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ Q0 എന്ന് പറഞ്ഞ ചാർജ്, Q0 എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജ് മീൻസ് ഇറ്റ്സ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോണത് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡും ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെയും കൂടെ വെക്ടർ സം ആയിരിക്കും. അത് ഒഴിവാക്കാനായിട്ട് വി അസ്യൂം ദാറ്റ് Q0 ഈസ് നെഗ്ലിജിബിളി സ്മോൾ എന്ന് നമ്മൾ അസംഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ Q0 എന്ന് പറഞ്ഞ ചാർജ് ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ നമ്മൾ എഴുതുന്നത് എന്താ? ഫോഴ്സ് ഓൺ ഈ Q0 ക്യൂവിന്റെ അടുത്താണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. കൂളംസ് ലോ പ്രകാരം ഫോഴ്സ് ഓൺ ടെസ്റ്റ് ചാർജ് Q0 പ്ലേസ്ഡ് അറ്റ് O. കൂളംസ് ലോ പ്രകാരം F is equal to K Q Q0. Q1 Q2 ന് പകരം Q Q0 by R square. ഇതിന്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് R ക്യാപ്പ് കാണിക്കാം. അപ്പൊ E is equal to ഡെഫിനിഷൻ പ്രകാരം E is equal to F by Q0. അപ്പൊ Q0 ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഫോർമുല KQ by R square R ക്യാപ്. ഏറ്റവും അവസാനം നിങ്ങൾ എഴുതി വെച്ചാൽ മതി വേർ K is equal to 1 by 4 pi epsilon 0. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മൾ K is equal to 1 by 4 pi epsilon 0 എന്ന് എഴുതി പോണം. നമുക്ക് സമയം ഒരുപാട് നഷ്ടം ഉണ്ടാക്കും. അപ്പോ ഇത്രയാണ് അതിന്റെ ഡെറിവേഷൻ വരുന്നത്. വളരെ സിമ്പിൾ ഫോർമുലയാണ്. ഈ ഇയും ആറും നമ്മളുടെ ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണിക്കാം. ഇനി രണ്ടാമത്തെ ഡെറിവേഷൻ നമ്മൾ ആദ്യം പറഞ്ഞത് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ്. രണ്ടാമത്തെ ഡെറിവേഷൻ ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ്. ഏതെങ്കിലും ഒരു പോയിന്റില് ഒരുപാട് ചാർജസ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ ആ ഓരോ ചാർജും ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാത്തിന്റെയും കൂടെ വെക്ടർ സം എടുത്താൽ മതി. E is equal to E1. ഇതൊന്നും ഇല്ലെങ്കിലും E is equal to വെക്ടർ E1 plus വെക്ടർ E2 plus വെക്ടർ E3 plus etc എഴുതി പോയാൽ മതി. സോ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഡ്യൂ ടു എ പോയിന്റ് ചാർജും രണ്ടാമത്തെ നമ്പർ ഓഫ് ചാർജസ്. ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ യൂണിറ്റില്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ മൂലമുള്ള ഫീൽഡിനെ വിളിക്കുന്ന ഒരു ഡൈപോൾ ഫീൽഡ് എന്നാണ്. സോ വാട്ട് ഈസ് ഡൈപോൾ ഫീൽഡ്? ഇറ്റ് ഈസ് എ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ അവിടെ ഒന്നിലധികം പോയിന്റ്സ് ഉണ്ടാകാം. നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതായത് ആക്സിൽ പോയിന്റും ഇക്വിറ്റോറിയൽ പോയിന്റും അറ്റ് എനി പോയിന്റും. ഏതൊക്കെ പോയിന്റുകളാ? ആക്സിൽ പോയിന്റ്, ഇക്വിറ്റോറിയൽ പോയിന്റ്, അറ്റ് എനി പോയിന്റ്. അപ്പൊ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോളിൽ ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോണത് അറ്റ് ആക്സിൽ പോയിന്റ് ആണ്. ഇപ്പൊ ഇലക്ട്രിക് ഡൈപോൾ വരച്ചു വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം O എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓയോട് അടുത്തുള്ള സ്ഥലത്ത് പ്ലസ് തന്നെ മൈനസ് അകത്തി കാണിക്കണം. ഇനി ആക്സിസ് ഇതേ ലൈനിൽ വരയ്ക്കുന്ന ഒരു പോയിന്റ് ആണ് O. ഇപ്പൊ 2L ആണ് നമ്മള് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് കാണിക്കുന്നത്. അപ്പൊ സെന്റർ C എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാമെങ്കിൽ ഈ ഡിസ്റ്റൻസ് L, ഈ ഡിസ്റ്റൻസ് L. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയി 2L എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഡെറിവേഷന് വേണ്ടിയിട്ടാണ്, ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. AB എന്നുള്ളത് ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഡൈപോൾ മൂവ്മെന്റ് P is equal to Q into 2L. അത് ആദ്യം നമ്മൾ എഴുതണം. അപ്പൊ ഡൈപോൾ മൂവ്മെന്റ് P is equal to Q into 2L. Our aim is to find electric field at a point O. ഓയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓയില് പോസിറ്റീവ് ചാർജ് മൂലം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, നെഗറ്റീവ് ചാർജ് മൂലം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? O എന്ന് പറഞ്ഞ പോയിന്റില് പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, നെഗറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ O എന്ന് പറഞ്ഞ പോയിന്റില് നമ്മളൊരു യൂണിറ്റ് ചാർജിനെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്. ആ പോസിറ്റീവ് ചാർജിന് ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യും. അപ്പൊ ഇതുമൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പുറത്തേക്ക് കാണിക്കണം.
പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് കാണിക്കണം. O എന്ന് പറഞ്ഞ പോയിന്റിനോട് അടുത്താണ് ബി ഇരിക്കുന്നത്. ഇപ്പൊ ബിയിലിരിക്കുന്ന ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇച്ചിരി വലുതായിരിക്കും. വലുതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി നീളം കൂട്ടി കാണിക്കുക. ഇപ്പൊ നമ്മള് വെക്ടറിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറയുന്നത് ലൈൻ സെഗ്മെന്റ് വിത്ത് ആരോ ഹെഡ് എന്നാ. അപ്പൊ ആരോ ഹെഡ് ഡയറക്ഷൻ തരും. ആ ലെങ്ത് ഓഫ് ദ ലൈൻ എന്നുള്ളതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ ലെങ്ത് ഇവിടെ കൂടുതലാണെന്ന് കാണിക്കാനായിട്ട് ഇച്ചിരി നീളം കൂട്ടി കാണിക്കുക. ഇനി ഈ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതിനടുത്തേക്കായിരിക്കും. പക്ഷെ ഈ ചാർജും ഈ O എന്ന് പറഞ്ഞ പോയിന്റ് തമ്മിൽ ഇച്ചിരി അകലത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും. കുറവായിട്ട് കാണിക്കാനായിട്ട് നീളം കുറച്ച് കാണിക്കുക. ഇപ്പൊ E2ന്റെ നീളം കുറച്ച് കാണിക്കുക, E1ന്റെ നീളം കൂട്ടി കാണിക്കുക. എത്ര ഡിഗ്രി ആയിരിക്കും തമ്മിൽ? 180 ഡിഗ്രി. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ 180 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് കാണാനായിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. അപ്പൊ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് എഴുതിയിട്ട് ഇത്രയും വരച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതുന്നത് ഇ എന്ന് ഉദ്ദേശിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. E at O Q2 plus Q. Q2 plus Q. പ്ലസ് ക്യൂവിൽ നിന്ന് ഓയിലോട്ടുള്ള അകലം, നടുക്കുന്ന ഇവിടം വരെയുള്ള അകലം 6 ആണ്. ഈ ഡിസ്റ്റൻസ് L ആണ്. സോ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം R മൈനസ് L. R മൈനസ് L ദി ഹോൾ സ്ക്വയർ വരും along BO. along BO. ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. along BO. ഇനി E at O due to minus Q. E at O due to minus Q. E2 എന്ന് എഴുതാം KQ by R plus L. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം, ഇവിടം വരെയുള്ള അകലം R ആണ്, ഇവിടം വരെയുള്ള അകലം L ആണ്. അപ്പൊ R plus L the whole square along OA. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് വെച്ചിരിക്കുന്നത്. നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഈ മൈനസ് ക്യൂ ചാർജ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യും. അതുകൊണ്ടാണ് പുറത്തേക്ക്. ഇനി തമ്മിലുള്ള ഓരോ പ്രാവശ്യം 1/4πε0 എഴുതി പോകണ്ട. വേറെ K = 1/4πε0 എന്ന് എഴുതിയാൽ മതി. ഇപ്പൊ നെറ്റ് ഫീൽഡ് അറ്റ് O തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആണ്. ഇപ്പൊ EA ആക്സിൽ പോയിന്റ് ആയതുകൊണ്ടാണ് EA എന്ന് കൊടുക്കുന്നത്. E1 മൈനസ് E2. അപ്പൊ EA = KQ by R minus L the whole square minus KQ by R plus L the whole square. ക്ലിയർ ആയല്ലോ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് KQ ഉണ്ട്. അത് വെളിയിലോട്ട് എടുക്കാം. ഇനി R minus L into R plus L. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R square minus L square. അതിന് ഹോൾ സ്ക്വയർ വരും. അതാണ് ഡിനോമിനേറ്ററിൽ. ഇനി അതിന്റെ ന്യൂമറേറ്ററിൽ R plus L the whole square minus R minus L the whole square. ഇപ്പൊ എങ്ങനെയാണ് R plus L the whole squareന്റെ എക്സ്പാൻഷൻ? R square plus L square plus 2RL. ഇതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ? R square plus L square minus 2RL. ഇവിടെ ഒരു മൈനസ് പുറത്തുണ്ട്. ആ മൈനസ് ഇൻറ്റു ആ മൈനസ് വരുമ്പോ പ്ലസ് ആവും. ഇനി R square ക്യാൻസൽ ആയി പോകും. L square ക്യാൻസൽ ആയി പോകും. പിന്നെ 2RL ഉണ്ട്. minus 2RL. അപ്പൊ രണ്ട് പ്രാവശ്യം 2RL വരുന്നില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 2 into 2RL. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതിയിട്ടുണ്ട് P = Q into 2L. അപ്പൊ ഇവിടെ 2 ഉണ്ടല്ലോ, 2L ഉണ്ട് into Q. അപ്പൊ അതിന് നമുക്ക് P എഴുതാം. പിന്നെ 2 മിച്ചമുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം K into 2PR by R square minus L square the whole square. Where P = Q into 2L. ഒന്നുകൂടെ എഴുതിയേക്കാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി EA = K 2PR by R square minus L square the whole square. ഇതാണ് അതിന്റെ ഡെറിവേഷൻ വരുന്നത്. ഇനി ഡൈപോൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വളരെ ചെറിയ മോളിക്യൂൾസ് ആണ് HCl, NaCl ഒക്കെ പറയുന്നത്. തമ്മിലുള്ള അകലം പറയുമ്പോൾ 1 ആങ്സ്ട്രം ഓർഡറിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇന്ററാറ്റോമിക് ഡിസ്റ്റൻസ് വളരെ വളരെ ചെറുതാണ്. ഇപ്പൊ നമ്മള് ഈ എടുത്ത പോയിന്റ്, ഈ R എന്ന് പറഞ്ഞ പോയിന്റ് 2L കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ വലുതാണ്.
വളരെ വളരെ വലുതാണെന്ന് കാണിക്കാനായിട്ട് ഈ സിമ്പിൾ ഉപയോഗിച്ചാൽ മതി. 2 പ്രാവശ്യം ആരോഗ്യം ഉപയോഗിച്ചാൽ മതി. വളരെ വളരെ വലുതാണ് എങ്കിൽ നമുക്ക് എൽ സ്ക്വയർ ഉപേക്ഷിച്ച് കളയാം. എൽ സ്ക്വയർ ഉപേക്ഷിച്ച് കളയുമ്പോൾ ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, ഇവിടെ എന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ r⁴. ക്ലിയർ ആയല്ലോ? ആർ സ്ക്വയർ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പൊ r⁴. ഇവിടെ ഒരു r ഉണ്ട്. അപ്പൊ ഒരു r ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, EA = K2P/r³. ഇൻ വെക്ടർ ഫോം ആണെങ്കിൽ EA വെക്ടർ K × 2P/r³. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇത് നല്ലോണം നിങ്ങൾ എഴുതി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കേണ്ടത് ഇത് എന്ത് പോയിന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്? ആക്സിൽ പോയിന്റ്. ഇനി നമുക്ക് പഠിപ്പിക്കേണ്ട 2 പോയിന്റ്, അറ്റ് ഇക്വറ്റോറിയൽ പോയിന്റ് ഉണ്ട്, അറ്റ് എനി പോയിന്റ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.